സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നമ്മുടെ ശത്രു ആരാണ്? ദൈവജനത്തിന്റെ ശത്രു ആരാണ്? സാത്താനാണ്. നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ശത്രുക്കളാകുന്നു. ഇല്ല, ഒരിക്കലും നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ അയൽക്കാരോ നമ്മുടെ മാതാപിതാക്കളോ ആരല്ല, ശത്രുവല്ല. ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവർ ആരാണ്? ശത്രുവാകുന്നു. ദൈവത്തിന് ദൈവ ഇഷ്ടം ചെയ്യുവാൻ തടസ്സമായിരിക്കുന്നവർ ശത്രുക്കളാകുന്നു. നാം എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദിവസവും ആ വീടുകളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് ആ വിഷയങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കും. നാം ഈ നാളുകളിൽ ദൈവജനത്തിന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം എങ്ങനെയെന്ന് പറഞ്ഞാൽ, നാം ഓരോ ദിവസവും നമ്മുടെ അയൽപക്കത്തും ചുറ്റുപാടുമായിരിക്കുന്ന സഹോദരികളുടെ രക്ഷിക്കപ്പെടാത്ത നിങ്ങളുടെ പേര് എന്ത് ചെയ്യണം? അവരുടെ ദിവസത്തിൽ അവരുടെയൊക്കെ പ്രാർത്ഥിക്കണം. അതിന് വേണ്ടി നേടുവാൻ, രക്ഷിക്കപ്പെടുവാൻ ദൈവം രക്ഷയുടെ അല്പം കൊടുക്കുവാൻ. നമ്മുടെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി ദൈവത്തിന് പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താക്കന്മാർ രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകൾ രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നാം ഇന്ന് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, നമ്മുടെ ബൈബിളിൽ ഒരു സ്ത്രീയെ പറയുന്നുണ്ട്. ഒരു സമയ സ്ത്രീ എന്ത് ചെയ്തു? അവൾ അനുഭവിച്ച രക്ഷയെ കുറിച്ച് അനേകരോട് ആ പട്ടണത്തോട്